നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിൽ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ 22-ാം ഡിവിഷനിൽ ചാത്തിനാംകുളത്ത് അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന കനക ബാബു എന്ന സഹോദരിയെയാണ് ഇന്ന് ശമരിയൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് കനകയെന്നാണ്. കൊല്ലം ചാത്തനാംകുളത്തുള്ളതാണ്, 22-ാം ഡിവിഷനിലുള്ളതാണ്. എനിക്ക് 4 വർഷം കൊണ്ട് എൻ്റെ കാല് ചികിത്സയായിട്ടിരിക്കുക. വിരലെല്ലാം മുറിച്ച് മാറ്റിയതാ. ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്കൊരു മോനുണ്ട്, ഒരാളേ ഉള്ളൂ. ഓട്ടിസം ബാധിച്ചതാ. 10ാം ക്ലാസ്സിൽ പഠിക്കുക. 15 വയസ്സേ ഉള്ളൂ. ഭർത്താവിന് സുഖമില്ലാത്തതാ. ഇപ്പോൾ 1 വർഷം കൊണ്ട് വീട്ടിൽ കിടപ്പ. കനകയ്ക്ക് പല വിധത്തിലുള്ള രോഗങ്ങളാണുള്ളത്. ഷുഗർ ബാധിച്ച് ഇപ്പോൾ കാലിൻ്റെ വിരലുകൾ മുറിച്ചു മാറ്റി. ഇപ്പോൾ അതിൻ്റെ ചികിത്സയിലാണ്. മുറിവ് ഇതുവരെയും ഉണങ്ങിയിട്ടില്ല. കാൽപാദത്തിൽ വേദനയും പഴുപ്പുമൊക്കെയായപ്പോൾ മുട്ടിന് താഴെ വെച്ച് കാൽ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. ദൈവസഹായത്താൽ കാൽവിരലുകൾ മാത്രമായി അതൊതുങ്ങി. ഭർത്താവിന് സുഖമില്ലാത്തതാ. ഇപ്പോൾ 1 വർഷം കൊണ്ട് വീട്ടിൽ കിടപ്പ. അസുഖമായിട്ട് കരളിന് അസുഖമുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. മരുന്നൊന്നും എടുക്കാനൊന്നും നിവൃത്തിയില്ല. ജോലിക്ക് പോകാനും ആരുമില്ല. വളരെയേറെ ബുദ്ധിമുട്ടില്ല. വല്ലവരുമൊക്കെ തന്ന ഇപ്പോൾ കുടുംബം മുമ്പോട്ട് പോകുന്നത്. മരുന്നെടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടില്ല. എൻ്റെ വീട്ടിൽ 2 ആങ്ങളമാരുള്ളത് മരിച്ചു പോയി. അമ്മ മരിച്ച്. വേറെ ആരുമില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. ഞങ്ങൾക്കൊരു സ്വന്തം വീട് കൂടെ ഇല്ല. എല്ലാം മഴ പെയ്ത അതിനകത്ത് താമസിക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് വാടക കൊടുത്തു പോയി താമസിക്കാനുള്ള നിവൃത്തിയില്ല. കുറച്ചു കാലമായി തലയിൽ ഒരു മുഴയുമുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോൾ മുഴ എല്ലിലാണെന്നും അത് സർജറി ചെയ്ത് മാറ്റണമെന്നും പറഞ്ഞെങ്കിലും സാമ്പത്തികമായി ഒരു വഴി കാണാതിരുന്നതുകൊണ്ട് ആ സർജറി ചെയ്തില്ല. അതിൻ്റെ വിഷമതകളും ഇപ്പോൾ ഇവരെ അലട്ടുന്നുണ്ട്. എനിക്ക് ഈ കാലിൽ ഇപ്പോൾ തൊട്ടാലൊന്നും അറിയത്തില്ല. പെരുത്തിരിക്കുക. എന്ത് കടിച്ചാലൊന്നും അറിയത്തില്ല. ഇപ്പം അങ്ങനെ വന്നതായി. വിരലിൽ എന്തോ കൊണ്ട് പഴുത്ത് മൊത്തത്തിലങ്ങ് പഴുത്തു പോയി. ഒരു ഭാഗം കൊണ്ട് അങ്ങനെ അങ്ങ് മുറിച്ച് മാറ്റി. ഇപ്പം ഈ വിരലിലങ്ങും തൊട്ടാലൊന്നും അറിയത്തില്ല. ഇങ്ങോട്ട് മുകളിലോട്ട് നരമ്പിന് കുഴപ്പമുണ്ട്. ബ്ലഡ് ഓട്ടം കുറവാണ് കാലിൽ. 2 കാലിലും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സർജറി ചെയ്താൽ ഈ ബ്ലഡ് ഓട്ടം ഉണ്ടെങ്കിലല്ലേ അത് പറ്റത്തുള്ളൂ. അതുപോലെ എൻ്റെ തലയിൽ എനിക്കൊരു മുഴയുണ്ട്. അതും ഇപ്പോൾ സർജറി ചെയ്യാൻ പറഞ്ഞിരിക്കുക. കൊണ്ട് കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കുക. മോൻ്റെ സ്കൂള് അടച്ചതിന് ശേഷം ചെയ്യാൻ. അപ്പോൾ അതിനുള്ള സാമ്പത്തികമായിട്ട് നമുക്ക് പൈസ കയ്യിൽ വേണം, ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെയല്ല. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേദന കൊണ്ട് എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. ഇവർക്ക് ഓട്ടിസം ബാധിച്ച ഒരു മകനുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകനും ഡയബറ്റിക് ആയതിനാൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഭർത്താവ് ബാബു കൂലിപ്പണിക്കാരനായിരുന്നു. ഷുഗറും TBയും ബാധിച്ച് അദ്ദേഹത്തിനും ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എൻ്റെ പേര് ബാബു. ഞാൻ ഈ ചാത്തനാംകുളത്ത് അംബേദ്കർ കോളനിയിലാണ് താമസം. പിന്നെ ഈ വീട് എൻ്റെ അമ്മയുടെ പേരിലാണ്. ഞങ്ങൾ 4 മക്കളാണ്. അവർ 2 പേരുണ്ടായിരുന്നു. 2 പേരും മരിച്ചുപോയി. ഇപ്പം ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. ഈ വീട് മൊത്തം പൊളിഞ്ഞ് നാശമായിരിക്കുന്ന വീടാണ്.
പിന്നെ അവർക്കൊക്കെ ഓഹരിയുള്ളതാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റത്തില്ല ഈ വീട്. പിന്നെ ഞാനും ഭാര്യയും എൻ്റെ മോനും കൂടെ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നു. ഇവർക്ക് സ്വന്തമായി വസ്തുവോ വീടോ ഇല്ല. ഇപ്പോൾ താമസിക്കുന്ന വീട് വളരെ മോശപ്പെട്ട നിലയിലാണ്. ആ വീട് തന്നെ ബാബുവിൻ്റെ അമ്മയുടെ പേരിലായിരുന്നു. അമ്മ മരിച്ചതിനാൽ ഇപ്പോൾ പല അവകാശികൾ ഈ വീടിനു വേണ്ടി അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. ആയതിനാൽ സ്വന്തം വീട് എന്ന് പറയുവാൻ കഴിയില്ല. സഹോദരങ്ങൾ 3 പേരുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചുപോയി. അവരുടെ മക്കളാണ് വീട് വിൽക്കുവാൻ നിർബന്ധിക്കുന്നത്. ഇപ്പോൾ പഴയ പോലെ ഒന്നും ജോലിക്ക് പോകാൻ വേവായി കയ്യും കാലിനും ഒരു ബലമില്ല. നിൽക്കുമ്പോൾ തന്നെ ഒരു മറിഞ്ഞു പോകാൻ പോകുന്ന കണക്കെ ഇരിക്കുക. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും പണി ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ശരീരം അതിനെ അനുവദിക്കുന്നില്ല. അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഇങ്ങനെ ഇരിക്കുക, വീട്ടിലെ ബുദ്ധിമുട്ടെല്ലാം ഓർത്ത് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നമുക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നത് 3 പേരുണ്ടായിരുന്നു. 3 പേരും മരിച്ചുപോയി. ഇപ്പോൾ അവരെ ഭാര്യയും മക്കളും ഉണ്ട്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീട് വിൽക്കണം, ഞങ്ങളെ ചേർന്ന് തരണമെന്നും പറഞ്ഞ് അവർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതും വളരെ കഷ്ടത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇന്ന് ഞാൻ. ജീവിതം പ്രതിസന്ധിയിൽ തന്നെയാണ്. വീട്ടിൽ ആരോഗ്യമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എന്ത് ആശ്വാസമാകുമായിരുന്നു. എങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ സഹായഹസ്തവുമായി ആരെങ്കിലും എത്തും എന്ന ഒരു പ്രതീക്ഷ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഇവർ ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ചത്. പിന്നെ എൻ്റെ മോനാണെങ്കിൽ ഓട്ടിസം എന്ന് പറഞ്ഞ രോഗവും ജനിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ജനിച്ചപ്പോഴേ അവനൊരു കണ്ണിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ ആ കണ്ണുമായിട്ട് പിന്നെ ഞങ്ങൾ അവൻ്റെ കണ്ണ് പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ പോയി കണ്ണൊക്കെ ഒരുവിധമൊക്കെ ശരിയാക്കി 10,60,000-70,000 രൂപ വരെ ആയി. ഇപ്പം അവന് അതിൻ്റെ ഇടയ്ക്ക് ഷുഗറായിപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. പിന്നെ പറയുന്ന ജോലിയൊക്കെ വളരെ കഷ്ടത്തിലാണ്. അവൻ ചെയ്യാനൊന്നും വലിയ സാധ്യതയില്ല. പിന്നെ വൈഫിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കാല് ഷുഗറുണ്ടായിരുന്നു. അങ്ങനെ കാലിലെന്തോ തട്ടി അങ്ങനെ അത് പഴുത്ത് തള്ളവിരലും അടിഭാഗവും ഒക്കെ മുറിച്ച് അങ്ങനെ ഇപ്പം വളരെ കഷ്ടത്തിലാണ്. ഇപ്പം 4-5 വർഷം കഴിഞ്ഞ് ഒരു കാല് ഉണങ്ങുന്നില്ല. കാശെല്ലാം അങ്ങനെ കുറേ കൊണ്ട് ചികിത്സയ്ക്ക് ഡിസ്ട്രിക്റ്റിൽ പോയി ചികിത്സയ്ക്കൊക്കെ കുറേ കാശ് കയ്യിലുണ്ടായിരുന്നെല്ലാം തീർന്നു. പലതരം രോഗങ്ങൾ ഉള്ളതിനാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഭാര്യയും മകനും ഈ അവസ്ഥയിൽ എന്തു ചെയ്യും എന്ന ഒരു വിചാരമാണ് ഇപ്പോൾ ബാബുവിനെ അലട്ടുന്നത്. എനിക്ക് കൂലിപ്പണിയായിരുന്നു. ഞാൻ കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് നെഞ്ചിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര വേദനയൊക്കെ ആയി. ഡിസ്ട്രിക്റ്റിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പം കരളിനകത്ത് വെള്ളക്കെട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി പിന്നെ ഡോക്ടറെ കാണിച്ച് അതിൽ നിന്ന് 1 കുപ്പിയോളം വെള്ളം കുത്തിയെടുത്ത് മാറ്റി. അതിനൊക്കെ ശേഷമായിരുന്നു പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ ആവതില്ലാത്തൊരു അവസ്ഥ പോലെ വന്നു. അങ്ങനെ പിന്നെ ഡോക്ടറെ പോയി വീണ്ടും കാണിച്ചപ്പം TV കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ TV പോയി കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് TV ഉണ്ട്. അങ്ങനെ TV അസുഖം വന്നിപ്പോൾ 1.5 വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആർക്കും ജോലിക്ക് പോകാൻ വയ്യാത്തൊരവസ്ഥയാണ്. എനിക്കാണെങ്കിൽ ഞാൻ ഭാര്യയ്ക്ക് ഒരു ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അവൾ വീടുകളിൽ പോയി പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്ത് ചെറിയ ശമ്പളത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴായി കാലിൻ്റെ കംപ്ലൈൻറ്റ്. എപ്പോഴും ജോലിക്കൊന്നും പോകാൻ വയ്യ. മോൻ്റെ പഠിത്തം, പിന്നെ വീട്ടിലെ ചിലവ്, മരുന്ന്, ഇതെല്ലാം വളരെ കഷ്ടത്തിലാണ്. ഇപ്പോൾ പിന്നെ ഈ അറിയുന്ന ആരെങ്കിലും പരിചയമുള്ള സ്നേഹമുള്ളവർ നമുക്ക് എന്തെങ്കിലും സഹായമൊക്കെ തന്ന് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞുകൂടി പോവുകയാണ്.
ഈ അവസ്ഥയിലാണ് ഇവർ ശമരിയനുമായി ബന്ധപ്പെടുന്നതും അപേക്ഷ വയ്ക്കുന്നതും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത്, കാലിൽ എന്തെങ്കിലും ചെറുതായിട്ട് പറ്റുമ്പോൾ തന്നെ കിടുങ്ങൽ ഉണ്ടാവും. അങ്ങനെ രാത്രി തന്നെ ഓട്ടോ വിളിച്ചൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ട്രിപ്പൊക്കെ ഇട്ട് നരമ്പ് ഇഞ്ചക്ഷനൊക്കെ എടുത്താണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇന്നലെ പോകണമെന്നും പറഞ്ഞിരുന്നത്, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോവാത്തത്. കാലുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര വേദനയും രാത്രി ഉറക്കവും ഇല്ലാതെയൊക്കെ ഇരിക്കും. ഇതെല്ലാം മരുന്നുകളാണ് വീട്ടിൽ. മോൻ്റെ ചികിത്സ ഇപ്പോൾ മുടങ്ങിയിരിക്കുക. മോനെ തിരുനെൽവേലിയിലാണ് കണ്ണ് ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പോൾ മോനെ 3 മാസം കൂടുമ്പോൾ കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. അതിനും പോകാൻ പറ്റുന്നില്ല. മോന് ഷുഗർ ഉള്ളതാണ്. അതിന് ഇൻസുലിൻ എടുക്കുക. ഞങ്ങൾ വേറെ ഒരു നിവൃത്തിയില്ല ഞങ്ങളെ കൊണ്ട്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ അകത്ത് വീഴുന്ന തരത്തിലുള്ള ഒരു വീട്ടിലാണ് ഈ 3 രോഗികളും കഴിയുന്നത്. പിന്നെ വീട് സ്വന്തമില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് കിടക്കാനൊരു ഇടവുമില്ല. വളരെ കഷ്ടത്തിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയുമ്പോഴേ എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവരുടെ കാര്യം വളരെ കഷ്ടത്തിലാവും. അതാണ് എനിക്കിപ്പം വളരെ പ്രയാസം. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും കാര്യമാണ് എനിക്കിപ്പം ഓർത്തിട്ട് വളരെയേറെ പ്രയാസം തോന്നുന്നു. സഹായത്തിനായി ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാലും നല്ലവരായ നാട്ടുകാരുടെ സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഇതുവരെയും പോകുന്നത് എന്ന് ഇവർ പറയുന്നു. പിന്നെ ഭാര്യയ്ക്കാണെങ്കിൽ മരുന്നിന് തന്നെ ഡെയിലി ആ മരുന്ന് പഞ്ഞിയും മരുന്നും ചെറിയ ഒരു പൊടിക്ക് തന്നെ 400-450 രൂപ വരെ വരും. അതും വാങ്ങണം. അത് ഒരു 2-3 ദിവസം മുറിവ് ഇച്ചിരി വലുതാണ്. അത് തന്നെ ഒരാഴ്ച നിൽക്കത്തില്ല. 2-3 ദിവസത്തിനകത്ത് ആ പൊടി തീരും. ആ പൊടി ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കാല് വേദനയും അതുപോലെ തന്നെ കളരിക്ക് നീരും എല്ലാം വന്ന് അവളാകപ്പാട് വിറച്ചാണ് കിടക്കുന്നത്. അതും കൂടെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാനാകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ഈ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പരീക്ഷകളെ പ്രത്യാശാപൂർവം നേരിടേണ്ടവരാണല്ലോ നാം ഓരോരുത്തരും. ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥനാപൂർവം അവരെ നേരിടുവാൻ കഴിഞ്ഞാൽ നല്ലൊരു പരിസമാപ്തി ആ അനുഭവങ്ങൾക്കുണ്ടാകും. പ്രത്യാശ നൽകുന്ന ഈ ചിന്തകൾ ഇവരെ മുന്നോട്ട് നയിക്കുമ്പോൾ നന്മ മനസ്സുകളായ ഗുഡ്നസ് TV പ്രേക്ഷകരുടെ സഹായഹസ്തങ്ങൾ ഇവർക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിരാലംബർക്ക് സ്നേഹാവലംബമാകുവാൻ നമുക്ക് കഴിയട്ടെ. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണേന്ദു. കൊല്ലം കോർപ്പറേഷൻ ചാത്തനാകുളം 22ാം ഡിവിഷൻ കൗൺസിലറാണ്. ചാത്തനാകുളം ഡിവിഷനിൽ അംബേദ്കർ കോളനിയിൽ കനക എന്ന വ്യക്തിയെ എനിക്ക് നേരിൽ അറിയാവുന്നതും അവരെ എനിക്ക് പരിചയമുള്ളതുമാണ്. കാരണം നിരവധി രോഗങ്ങൾക്ക് അടിമയായിട്ടുള്ള ഒരു കുടുംബമാണ്. കാരണം മോനാണെങ്കിൽ ഓട്ടിസം ബാധിച്ചും ഹസ്ബൻഡിനാണെങ്കിൽ നെഞ്ചിലാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയും അതിനോടൊപ്പം തന്നെ കനക ചേച്ചിയുടെ കാല് ഷുഗർ വന്ന് മുറിച്ച് ഒരു വിരൽ മുറിച്ച് മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. കാരണം ഇവരുടെ നിത്യ ചെലവ് തന്നെ കുറച്ച് നല്ലവരായ ആൾക്കാരുടെ കരുണ കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായി ഭൂമിയോ വസ്തുവോ ഒന്നും തന്നെയില്ല. കാരണം ഇവർ കിടക്കുന്ന വീട് തന്നെ കാണുമ്പോൾ നമ്മൾക്കറിയാലോ, വളരെയധികം ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലാണ്. ഇത് കാണുന്നവരെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ ഇവരെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഗുഡ് ന്യൂസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സുബ്രഹ്മണ്യൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് സുബ്രഹ്മണ്യൻ്റെ ഭാര്യ മോഹിനിയാണ്. സുബ്രഹ്മണ്യന് 68 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. 16 വർഷമായിട്ട് കിഡ്നിക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. 11 വർഷമായിട്ട് അദ്ദേഹം ഡയാലിസിസിന് വിധേയനാണ്. അങ്കമാലി അടുത്തുള്ള മഞ്ഞപ്രയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഒരു വാർക്കപ്പണിക്കാരനായിരുന്നു. അങ്ങനെ ജോലി ചെയ്ത് കുടുംബം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ അസുഖം അദ്ദേഹത്തിന് പിടിപെടുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ് ന്യൂസ് ടി വി അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ ഗുഡ് ന്യൂസ് ടി വിയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുവാനുമായിട്ടിടയായത്. നല്ലവരായ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ രോഗവിവരത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. എപ്പോഴും ഗുഡ് ന്യൂസ് ടി വിയുടെ പ്രേക്ഷകർ അങ്ങനെയാണ്. എപ്പോഴൊക്കെ രോഗികളെ അവർക്ക് പരിചയപ്പെടുത്തുന്നുവോ അപ്പോഴൊക്കെ സഹായിക്കുന്നതിനായിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ സമാഹരിച്ചതിൻ്റെ ഫലമായിട്ട് 1,50,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് ഇടയായി. ആ തുകയാണ് ഇപ്പോഴും ഞാൻ സുബ്രഹ്മണ്യൻ്റെ ഭാര്യ മോഹിനിക്ക് കൈമാറുന്നത്. ഗുഡ് ന്യൂസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഈ ചികിത്സാ സഹായ നിധി ഇപ്പോഴും സുബ്രഹ്മണ്യൻ്റെ ഭാര്യ മോഹിനിക്ക് ഞാൻ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ് ന്യൂസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഗുഡ് ന്യൂസ് ടി വിയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സുബ്രഹ്മണ്യൻ എന്ന സഹോദരനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോഴും അത് നിങ്ങളുടെ തന്നെ ഒരു ആവശ്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു. തീർച്ചയായിട്ടും നിങ്ങളാരും വലിയ ധനികരോ സമ്പന്നരോ ഒന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമൊക്കെ വേണ്ടെന്ന് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹോദരനെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഗുഡ് ന്യൂസ് ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാത്ത് സംരക്ഷണം ദൈവം നിങ്ങൾക്ക് ഒരുക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സുബ്രഹ്മണ്യ സഹോദരനെ നമുക്ക് ഓർക്കാം. ഇതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള സഹായം നമ്മൾ നിർത്തരുത്. പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് ഇനിയും തുടർന്നും അപേക്ഷിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് ഗുഡ് ന്യൂസ് ടി വിയുടെ പേരിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിറ്റ്നസ് ടി വിയുടെ സമരി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പേരിൽ അധികമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.